ശാസ്ത്രങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃഷ്ണ, നമ്മൾ അടുത്ത റീസണിലേക്ക് പോവാണ്. അർജുനൻ അടുത്ത റീസൺ, 5ാമത്തെ റീസൺ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ഇന്നത്തെ ശ്ലോകം വായിച്ചതിൽ, ഇന്ന് 5ഉം 6ഉം ശ്ലോകങ്ങളാണ്. അപ്പോൾ ഇവിടെ 5ാമത്തെ ശ്ലോകത്തില് ചോദിക്കുകയാണ്, ഗുരുവിനെ വധിക്കുന്നത് കൊണ്ട്, ഗുരുവിനെ വധിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ശ്രേയസ് ഉണ്ടോ? അവരെല്ലാവരും മഹാനുഭാവന്മാരാണ് എന്ന് അർജുനൻ ഇവിടെ പറയാണ്. അങ്ങനെ ഗുരുവിനെ ഹനിച്ചിട്ട്, ഗുരുവിനെ കൊന്നിട്ട് ലഭിക്കുന്ന ഭോഗ ഐശ്വര്യങ്ങൾ കൊണ്ട് എനിക്ക് ജീവിക്കണമെന്ന് താല്പര്യമില്ല എന്നിവിടെ അർജുനൻ പറയാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന എന്താണ്? രുധിരപ്രതിഗ്ധാൻ, ഇത് രക്തം പുരണ്ടതാണ്. ഈ ലോകത്ത് രക്തം പുരണ്ട ആ ഒരു കാര്യങ്ങൾ, ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതിലും ഭേദം ഞാൻ ഭിക്ഷ എടുക്കുന്നതാണ് എന്നാണ് പറയുന്നത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് തോന്നിയേക്കും, അല്ലെ? അപ്പോ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഭീഷ്മർ എങ്ങനെയുള്ള ആളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഭീഷ്മര് ഇവിടെ നമുക്ക് ഭാവാർത്ഥത്തിൽ ഗുരുവിനെ എപ്പോഴാണ് ത്യജിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ദീക്ഷ എടുക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു ചോദ്യമാണത്. ഗുരുവിനെ എപ്പോൾ നമുക്ക് ത്യജിക്കാൻ കഴിയും? ഇവിടെ ഗുരുവിനെ പറ്റിയാണ് പറയുന്നത് ഈ ഒരു ശ്ലോകത്തില്. ഗുരുവിനെ ത്യജിക്കാൻ കഴിയുന്നത് അദ്ദേഹം പ്രൗഡായി മാറുമ്പോഴാണ്. എന്താ പറയാ, അഹങ്കാരം എന്ന് പറയാം, അല്ലെ? അഹംഭാവമുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ ആ ഗുരുവിനെ ത്യജിക്കാവുന്നതാണ്. ഇനി അടുത്തത്, ശരിയും തെറ്റും എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇല്ലാതെ വരുമ്പോൾ ആ ഗുരുവിനെ ത്യജിക്കാനായിട്ട് കഴിയും. പിന്നീട് 3ാമത്തേത് എന്ന് പറയുന്നത് പാപപ്രതികരണങ്ങൾക്ക് ആ ഒരു അഡിക്ഷൻ വരുമ്പോൾ, ഇപ്പോ പാപങ്ങൾ ചെയ്യുമ്പോൾ, പാപങ്ങൾ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, പാപങ്ങൾ നിറഞ്ഞ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ധനത്തിന് വേണ്ടി ധനമോഹിയായിട്ട് ഗുരു എന്തും ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ, ഇപ്പൊ മറ്റുള്ളവരെ വധിക്കാനും മറ്റുള്ളവരോട് യുദ്ധം ചെയ്യാനും ഒക്കെ റെഡിയാണ്. എന്തിനു വേണ്ടി? ധനമോഹിയാകുമ്പോൾ. അങ്ങനെയുള്ള ഗുരുവിനെ നമുക്ക് ത്യജിക്കാവുന്നതാണെന്നാണ് നമുക്ക് വൈദിക നിയമങ്ങൾ, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ മഹാഭാരതത്തില് ഒരു പാട്ടുണ്ട്, ഭീഷ്മർ തന്നെ പറയുന്നുണ്ട്, എല്ലാവരും ധനത്തിന്റെ അടിമകളാണ്, അല്ലെങ്കിൽ ധനത്തിന്റെ കിങ്കരന്മാരാണ്. ധനത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും എന്നൊരവസ്ഥയാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. ആണെങ്കിൽ അത് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ധനം ലഭിക്കുമെന്ന് വന്നാല് ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ ഗുരുവിനെ വധിക്കാൻ തയ്യാറല്ല എന്ന് അർജുനൻ പറഞ്ഞു. അർജുനന് ഭോഗവും ഐശ്വര്യവും രാജ്യവും ഒന്നുമേ വേണ്ട എന്ന് പറഞ്ഞു, അല്ലെ? നമുക്ക് 32ഉം 35ഉം ശ്ലോകങ്ങൾ 1ാമത്തെ അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാല് 32ാമത്തെ ശ്ലോകത്തില് അർജുനൻ പറയുന്നുണ്ട്, കിംനോ രാജ്യേന ഗോവിന്ദ, എനിക്ക് എന്തിനാണ് ഗോവിന്ദ രാജ്യം? എനിക്ക് ആവശ്യമില്ല, അല്ലെ? കിം ഭോഗേർ ജീവിതേന, അങ്ങനെ ലഭിക്കുന്ന ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റാച്ച്മെന്റ്, അദ്ദേഹത്തിന്റെ ഒരു വിരക്തിയെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ 35ാമത്തെ ശ്ലോകത്തിലും അദ്ദേഹം പറയുന്നു, അപ്പൊ ഈ ത്രൈലോക്യ രാജ്യസ്യ ഹേതോ കിംനു മഹീകൃതേ, ഈ ഒരു 3 ലോകങ്ങളും എനിക്ക് തരാമെന്ന് പറഞ്ഞാലും, ത്രൈലോക്യമെല്ലാം എനിക്ക് നേടാമെന്ന് വെച്ചാലും ഞാൻ എൻ്റെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ എൻ്റെ ഗുരുവിനെയോ വധിക്കുകയില്ല. അപ്പൊ ഭോഗങ്ങൾക്ക് വേണ്ടി ആരെയും വധിക്കാൻ, ബന്ധുജനങ്ങളെയോ ഗുരുവിനെയോ ഒന്നും വധിക്കാൻ തയ്യാറല്ല. ഇത് അർജുനൻ വളരെ നല്ല ഒരു ഭക്തനാണ്, പരിശുദ്ധ ഭക്തനാണ് എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ 6ാമത്തെ ശ്ലോകത്തില് പറയുന്നത്, ആര് ജയിക്കും എന്നുള്ളത് എങ്ങനെ അറിയാമെന്നാണ്. അവര് ജയിക്കുന്നതോ അവരെ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് യഥാർത്ഥത്തിൽ 5ാമത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. 5ാമത്തെ റീസൺ, ആര് ജയിക്കുമെന്ന് ആർക്കറിയില്ല, അതിനൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. യുദ്ധമാണ്, യുദ്ധത്തിൽ ആര് വേണമെങ്കിലും ജയിക്കാം. അപ്പൊ അർജുനൻ പറയുന്നത്, ഞാൻ ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ കൗരവർ ജയിച്ചേക്കാം, അല്ലെ? ആര് ജയിക്കും എന്നറിയില്ല, എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് പിന്നീട് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് അതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്? അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോ ഇപ്പോ അവരെല്ലാവരും വന്ന് എന്റെ മുന്നിൽ യുദ്ധത്തിനൊക്കെ നിൽക്കുന്നുവെങ്കിലും ഞാൻ തയ്യാറല്ല. അവരെയൊക്കെ കൊന്നിട്ട് ആ രക്തം പുരണ്ട ഭോഗങ്ങളൊന്നും അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ തനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്നു. ഇനി 7ാമത്തെ ശ്ലോകത്തില് ഭഗവാന് ശരണം പ്രാപിച്ചുകൊണ്ട് എന്താണ് ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്? ചില സമയത്ത് നമ്മൾ ധർമ്മസങ്കടത്തിൽ പെട്ടുപോകും. ധർമ്മവും എല്ലാം ധർമ്മമാണ്,
അത് ശരിയാണോ ഇത് ശരിയാണോ എന്നൊന്നും തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥ, അല്ലെ? ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതിലാണ് ഇപ്പോ അർജുനൻ നിൽക്കുന്നത്. അപ്പോൾ ധർമ്മമേത് അധർമ്മമേത്, എല്ലാം ധർമ്മമല്ലേ എന്നുള്ളതാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പോ 4 റീസൺ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 1-ാമത്തെ അധ്യായത്തിൽ, 5-ാമത്തെ റീസൺ വരുന്നത് 2-ാമത്തെ അധ്യായത്തിലാണ്. ഇനി 7-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാന് ശരണം പ്രാപിച്ചിട്ട് പിന്നീട് ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഇതിനെല്ലാറ്റിനും ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഈ ശ്ലോകങ്ങളിലെല്ലാം തന്നെ നമുക്ക് 1 മുതൽ, ആദ്യത്തെ ചാപ്റ്റർ മുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അർജുനൻ വളരെ നല്ലൊരു ഭക്തനാണ്. ആ ഭക്തൻ എന്ന് പറയുമ്പോഴത്തെ, ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം? തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം, അല്ലെ? തന്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാനായിട്ട് കഴിയണം. ഇവിടെ അർജുനന് തന്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നന്നായി നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പറയുന്നത്, എന്റെ ബന്ധുക്കളെല്ലാം കൊന്നിട്ട് കിംനോ രാജ്യേന ഗോവിന്ദ, എനിക്ക് ഈ രാജ്യം വേണ്ട, ത്രൈലോക്യം ലഭിച്ചാലും ഈ മഹീകൃത എനിക്ക് മുഴുവൻ ലഭിച്ചാലും എനിക്ക് ഇവരെ ആരെയും കൊല്ലണ്ട എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് നല്ല ഡിറ്റാച്ച്മെന്റ് ഉണ്ട്, നല്ല വിരക്തി ഉണ്ട്, അല്ലെ? വൈരാഗ്യമുണ്ട്. രാഗമില്ലായ്മ, വൈരാഗ്യം. അപ്പോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. എനിക്ക് ഒരു ഭോഗവും ഐശ്വര്യവും വേണ്ട എന്നുള്ളത് അദ്ദേഹത്തിന് പറയാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് എന്ത്? ക്ഷമ ആൻഡ് ദമ. ക്ഷമ ആൻഡ് ദമ എന്ന് പറഞ്ഞാല് സെൻസസിനെയും അതുപോലെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി 2 എന്ന് പറഞ്ഞാല് ഉപരതി, ഡിറ്റാച്ച്മെന്റ്. നല്ല ഒരു വൈരാഗ്യമുണ്ട് അദ്ദേഹത്തിന്, അല്ലെ? വിരക്തി ഉണ്ട് അദ്ദേഹത്തിന്. അതിന് ഉപരതി എന്ന് പറയും സംസ്കൃതത്തില്. അടുത്തത് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം റെഡി ആയിട്ട് ഭിക്ഷ യാചിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്, അല്ലെ? ഇപ്പൊ ഒരു ക്ഷത്രിയനാണെങ്കിൽ സ്വന്തം അഭിമാനം പണയം വെച്ചുകൊണ്ട് ആരും തന്നെ ഭിക്ഷ യാചിക്കാൻ തയ്യാറാവൂല, അല്ലെ? പക്ഷെ ഇവിടെ ക്ഷത്രിയനാണ്, രാജാവാണ്, പക്ഷെ രാജ്യമില്ലെന്നേ ഉള്ളൂ. രാജ്യമില്ലാത്ത രാജാക്കന്മാരാണ്, രാജ്യത്തിന് അർഹതപ്പെട്ടവരാണ്, അത് തിരിച്ചു പിടിക്കാനുള്ള കഴിവുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം അവിടെ ആ ഒരു എന്താ പറയാ, അദ്ദേഹം ആ ഒരു ഇതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്, അല്ലെ? അവർക്ക് കൊടുത്തോളാം, എന്റെ ബന്ധുജനങ്ങൾ പോയി അവർ ജീവിച്ചോട്ടെ എന്നുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറാണ്. അതും അദ്ദേഹത്തിന്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത്. തിദിക്ഷ, ടോളറൻസ് ലെവല്, തിദിക്ഷ എന്ന് പറയും. നന്നായിട്ട് സഹിഷ്ണുത ഉണ്ട് അദ്ദേഹത്തിന്. മറ്റുള്ളവര് എടുത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഭിക്ഷ യാചിച്ചൊക്കെ ജീവിച്ചോളാം എന്നുള്ളൊരു ചിന്തയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അടുത്ത അപ്പൊ ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഒക്കെയും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ ഉയർന്നു വരാനായിട്ട് കഴിയുക എന്നുള്ളത് നമുക്ക് ഈ ശ്ലോകങ്ങളിലെല്ലാം മനസ്സിലാക്കാം. അടുത്ത ശ്ലോകത്തിൽ ശ്രദ്ധയെ കുറിച്ച് പറയുന്നുണ്ട്, ഭഗവാനിലുള്ള വിശ്വാസം, ഗുരുവിങ്കലുള്ള വിശ്വാസത്തെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ, 7-ാമത്തെ ശ്ലോകത്തിൽ പറയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ മാതാജിയോട് നമുക്ക് ചോദിക്കാം. ഹരേ കൃഷ്ണ. അദ്ദേഹം എഴുതി, പുസ്തക വിൽപ്പനയെക്കുറിച്ചുള്ള നിങ്ങളുടെ റിപ്പോർട്ട് കണ്ട് ഞാൻ ഉത്സാഹഭരിതനാകുന്നു. എന്തുകൊണ്ടെന്നാൽ കൂടുതൽ ആളുകൾ നമ്മുടെ സാഹിത്യം വായിക്കുന്നു എന്ന് ഉറപ്പു വരുത്തുന്നത് സ്വന്തം കർത്തവ്യമായി നിങ്ങൾ കരുതുന്നു എന്ന് അത് തെളിയിക്കുന്നു. വാസ്തവത്തിൽ ഇതാണ് നമ്മുടെ ധർമ്മപ്രചാരണ പ്രവർത്തനത്തിനുള്ള ഉറച്ച അടിത്തറ. മറ്റൊരു പ്രസ്ഥാനത്തിനും പ്രചാരണത്തിന് ഇത്രമാത്രം സമൃദ്ധമായ തോതിലുള്ള ആധികാരിക പ്രമാണങ്ങളില്ല. ആരെങ്കിലും ഒരാൾ നമ്മുടെ കൃഷ്ണാവബോധ തത്വശാസ്ത്രം വായിക്കുന്നതായാൽ അയാൾക്ക് അതിന്റെ സാധുത്വം ബോധ്യപ്പെടും. എല്ലാ പ്രധാനപ്പെട്ട കൃഷ്ണാവബോധ പരിപാടികളും, വിഗ്രഹാരാധന, പൊതുസ്ഥലങ്ങളിൽ ഹരേ കൃഷ്ണ സങ്കീർത്തനം, ക്ഷേത്രത്തിന് പുറത്തുവെച്ചുള്ള പ്രഭാഷണ പരിപാടികൾ മുതലായവ നിലനിർത്തേണ്ടതാണെന്ന് ശ്രീല പ്രഭുപാദർ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എല്ലാ പരിപാടികളും പ്രധാനമാണ്. കഴിയുമെങ്കിൽ മറ്റു പരിപാടികളോടൊപ്പം പുസ്തക വിതരണവും ഏർപ്പെടുത്തുക. പൊതുസ്ഥലങ്ങളിൽ പ്രസംഗിക്കുക എന്നത് മുഖ്യ പരിപാടിയാക്കിയിട്ടുള്ള ഒരു സന്യാസിക്ക് പ്രഭുപാദർ എഴുതി. പുസ്തകങ്ങൾ വിതരണം ചെയ്യുക, കഴിയുന്നിടത്തോളം എണ്ണം. ആരെങ്കിലും ഒരാൾ നമ്മിൽ നിന്ന് കുറെ തത്വവാദം കേട്ടാൽ അത് അയാളെ സഹായിച്ചേക്കാം. എന്നാൽ അയാൾ ഒരു പുസ്തകം വായിക്കുന്നതായാൽ അത് അയാളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയേക്കാം. അതിനാൽ പുസ്തകം വിൽക്കുക എന്നത് ഏറ്റവും നല്ല പ്രചരണ പ്രവർത്തനമാണ്. പുസ്തകങ്ങൾ വിൽക്കുക, സ്കൂളുകളും കോളേജുകളും പോലെയുള്ള പൊതുസ്ഥലങ്ങളിൽ കീർത്തനം നടത്തുക, ധർമ്മ പ്രബോധനം നടത്തുക എന്നിവ. ഫ്രാൻസിൽ ഭഗവാൻ ദാസ് എന്ന ശിഷ്യന്റെ പേർക്കെഴുതിയ ഒരു കത്തിലും ഇക്കാര്യം തന്നെ അദ്ദേഹം ഊന്നി പറഞ്ഞു. നിങ്ങളുടെ 3 മിനിറ്റ് നേരത്തെ പ്രചരണം കൊണ്ട് എന്താണ് പ്രയോജനം? എന്നാൽ അവർ ഒരു പുസ്തകം വാങ്ങിയാൽ അത് അവരുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയേക്കാം. പുസ്തക വിതരണത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുന്നേറ്റം 1972 സംഭവിച്ചു.
അതിന്റെ മുൻപിലത്തെ വർഷം ഭക്തന്മാർ ഭഗവത്ഗ്രന്ഥങ്ങൾ വീടുകൾ തോറും കൊണ്ടുപോയി വിറ്റ് ക്രിസ്തുമസ് ആഘോഷകാലം പ്രയോജനപ്പെടുത്തിയിരുന്നു. എന്നാൽ ക്രിസ്തുമസ് കാലം യഥാർത്ഥത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാക്കാമെന്ന് ആർക്കും അറിയുണ്ടായിരുന്നില്ല. രാമേശ്വരൻ 1972 ഡിസംബർ 22 ഞങ്ങൾ യാദൃശ്യമായി ലോസ് ഏജൻസി ക്രിസ്തുമസ് മാരത്തോൺ കണ്ടെത്തിയത്. സ്വാഭാവികമായി കടകളിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായതും കടകൾ ചിലപ്പോൾ അർദ്ധരാത്രി വരെ തുറന്നിരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനൊരു ബർബാങ് സോഡീസ് കടയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ലോസ് ഏജൻസി വാഗ്ദാനങ്ങളോട് കൂടിയ മാസമായിരുന്നു അത്. അതിനാൽ പുസ്തക വിൽപ്പന അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് ഉയരുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി 10 മണി വരെ അത്യാവേശത്തോടെ 650 മാസികകൾ വിറ്റഴിക്കുകയും $350 ലഭിക്കുകയും ചെയ്തു. ഇത് ഇസ്കോണിന്റെ പുതിയ ലോക റെക്കോർഡാണെന്നും ഈ ദിവസം ആരും എന്നെ തോൽപ്പിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് ദൃഢവിശ്വാസമുണ്ടായിരുന്നു. ആ കട 12 മണി വരെ തുറന്നിരിക്കുന്നതാണെങ്കിലും 10 മണിക്ക് ശേഷം വ്യാപാരം മന്ദീഭവിച്ചു തുടങ്ങി. ഞാൻ വിചാരിച്ചു മടങ്ങിപ്പോയേക്കാം. തീർച്ചയായും എല്ലാവരും മടങ്ങി വന്നു കാണും. ആരും ഒരിക്കലും രാത്രി 8 മണിക്കപ്പുറം താമസിക്കാറില്ലായിരുന്നു. അവരെല്ലാം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാവും. ഞാൻ അവരെ അങ്ങനെ ഏറെ നേരം ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ഈ വിധത്തിൽ എന്റെ മനസ്സ് മടങ്ങിപ്പോകുന്നതിന്റെ ഔചിത്യം എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. രാത്രി 11 മണിയോടെ ആ കട തികച്ചും പ്രവർത്തനരഹിതമായി. ഞാൻ കാറിൽ കയറി തിരിച്ചുപോയി. രാത്രി മടങ്ങി വരും വഴി ഞാൻ സൺസെറ്റ് ആൻഡ് വെസ്റ്റേൺ ബോളിവുഡ് സോഡീസ് എന്ന പേരായ മറ്റൊരു കട കണ്ടു. ആ കട ആൾക്കൂട്ടമുള്ളതും അർദ്ധരാത്രി വരെ തുറന്നിരിക്കാൻ പോകുന്നതുമായതുകൊണ്ട് ഞാൻ നിൽക്കണമോ പോകണമോ എന്ന മനഃശാഞ്ചല്യത്തിലായി. എന്നാൽ മറ്റുള്ളവരെല്ലാം മടങ്ങി വന്ന് ഞാൻ എത്ര പുസ്തകങ്ങൾ വിതരണം ചെയ്തു എന്നറിയാൻ കാത്തിരിക്കുകയായിരിക്കുമെന്ന് വിചാരത്താൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് മടങ്ങാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കാർ ഓടിക്കൽ തുടർന്നു. ഞാൻ ഒടുവിൽ 12:10 ഉള്ളപ്പോൾ ക്ഷേത്രത്തിലെത്തി. പെട്ടെന്ന് സങ്കീർത്തന മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെ സെക്രട്ടറി മധുകാന്തൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, ഓഹോ, എല്ലാവരും ഉറങ്ങാൻ കിടന്നു അല്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ആരും ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ഞാനാണ് ആദ്യം മടങ്ങിയെത്തിയിരിക്കുന്നത്. അതായിരുന്നു ആദ്യത്തെ ക്രിസ്മസ് മാരത്തോണിന്റെ കണ്ടെത്തൽ. അത് തികച്ചും അനാസൂത്രിതമായിരുന്നു. അത്ര വൈകുവോളം പുറത്തു തന്നെ തുടരുവാൻ ആരും ആരോടും നിർദ്ദേശിച്ചിരുന്നില്ല. ഞങ്ങൾ സ്വമേധയാ അങ്ങനെ ചെയ്യുകയായിരുന്നു. ഒടുവിൽ വെളുപ്പിന് 1:30 മണിയോടെ എല്ലാ ഭക്തന്മാരും മടങ്ങി വന്നു. ഞങ്ങൾ എല്ലാവരും സങ്കീർത്തന ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് വട്ടം ഇരുന്നു. ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുറത്തേക്ക് പോകാൻ ഞങ്ങൾ അത്രയ്ക്ക് ആവേശം പൂണ്ടിരുന്നു. ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു, പുസ്തക വിതരണം ചെയ്യാൻ ധാരാളം ബദ്ധജീവാത്മാക്കളെ ഞങ്ങൾക്ക് എവിടെ കണ്ടെത്താം? ഞങ്ങളുടെ ശബ്ദകോലാഹലവും അട്ടഹാസങ്ങളും ഒരു മദ്യപാന മേളയിലേതുപോലെയായിരുന്നു. അത് അടുത്ത മുറിയിൽ ഉറങ്ങിയായിരുന്ന കരന്തനെ ഉണർത്തി. അയാൾ കണ്ണു തിരുമ്മിക്കൊണ്ട് ഇടർന്ന കാൽവെൽപ്പുകളോടെ വന്നു. എന്നാൽ ഞങ്ങളെയും അവിടെ നടക്കുന്ന കാര്യങ്ങളെയും കണ്ടപ്പോൾ അയാൾ പൊട്ടിച്ചിരിക്കുകയും നാളത്തേക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെയെല്ലാം ഉറങ്ങാൻ അയക്കുകയും ചെയ്തു. ഇപ്രകാരം ഞങ്ങൾ ആ ത്രിദിന മാരത്തോൺ ഡിസംബർ 22, 23, 24 നടത്തി. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അന്നുവരെ ആരും അത്രയേറെ പുസ്തകങ്ങൾ വിതരണം ചെയ്തിരുന്നില്ല. 25 മുതൽ 40 വരെ പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു ദിവസം പോലും ഒരു വൻ നേട്ടത്തിന്റെ ദിവസമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഞങ്ങൾ ആ 3 ദിവസത്തെ കാലയളവിൽ പ്രതിദിനം 5000 മുതൽ 6000 വരെ ഗ്രന്ഥങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരുന്നു. ഒരു ക്ഷേത്രം വെറും 3 ദിവസത്തിനുള്ളിൽ 18,000 ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. പ്രഭുപാദർ ലോസ് ഏഞ്ചൽസിലെയും അമേരിക്കൻ ഐക്യനാടുകളിലെ മറ്റു സ്ഥലങ്ങളിലെയും പുസ്തക വിതരണത്തിന്റെ വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ലോകത്തെമ്പാടും നിന്നുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും അദ്ദേഹം അവയൊക്കെ മാറ്റിവെച്ച് അമേരിക്കയിലെ പുസ്തക വിതരണത്തിന്റെ വിജയം കൊണ്ടാടി. പെട്ടെന്ന് അദ്ദേഹം തന്റെ പേഴ്സണൽ സെക്രട്ടറിയെ വിളിച്ച് കത്തുകൾ പറഞ്ഞുകൊടുത്ത് എഴുതിച്ചു, പ്രിയപ്പെട്ട രാമേശ്വർ, നിങ്ങളുടെ 1972 ഡിസംബർ 27 കത്ത് കിട്ടിയ വിവരം സവിനയെ അറിയിച്ചുകൊള്ളുന്നു. 1972 ഡിസംബർ 22 മുതൽ 24 വരെയുള്ള 3 ദിവസം കൊണ്ട് വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളുടെ എണ്ണം വായിച്ചറിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഒരു ക്ഷേത്രത്തിന് 3 ദിവസം കൊണ്ട് 17,000-ലേറെ പുസ്തകങ്ങൾ വിറ്റഴിക്കാൻ കഴിയുമെന്നത് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. നിങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തെ ഒട്ടാകെ ഗൗരവപൂർവം പരിഗണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സൂചന എനിക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അവർ നമ്മുടെ പുസ്തകങ്ങൾ എന്തിനു വാങ്ങണം? നമ്മുടെ ശിഷ്യർ കൃഷ്ണാവബോധത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ ഇത്രയേറെ ആത്മാർത്ഥതയും ഗൗരവബുദ്ധിയും ഉള്ളവരാണെന്ന് നമുക്ക് കാണാം. ഈ ചെറുപ്പക്കാരെ കാണുമ്പോൾ ആളുകൾ പെട്ടെന്ന് തന്നെ മതിപ്പ് തോന്നുകയും അവർ അക്കൂട്ടരെ അഭിനന്ദിക്കുകയും പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. ഇത് ലോകത്തിൽ അസാധാരണമായ ഒന്നാണ്. അതിനാൽ നമ്മുടെ അധ്യാത്മിക സാഹിത്യത്തിന്റെ ഈ അനുപമായ ഗുണം മനസ്സിലാക്കുകയും വിഷമം നിറഞ്ഞ സാഹചര്യങ്ങൾ അവഗണിച്ച് അവ വിതരണം ചെയ്യാൻ പുറപ്പെടുകയും ചെയ്യുന്ന
ലോസ് ഏജൻസിലെയും ലോകത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലെയും എൻ്റെ ശിഷ്യന്മാരുടെ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. ഈ ഒറ്റ പ്രയത്നം കൊണ്ട് തന്നെ അവരുടെ സ്വധാമത്തിലേക്കുള്ള മടക്കയാത്ര, ഭഗവത് സന്നിധിയിലേക്കുള്ള മടക്കയാത്ര ഉറപ്പായിരിക്കുന്നു. അതേ ദിവസം തന്നെ പ്രഭുവാദർ കരന്തരനും ഒരു കത്ത് എഴുതിച്ചു. ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിന്റെ പേര് കൃഷ്ണൻ നൽകുന്ന അനുഗ്രഹമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വാസ്തവത്തിൽ അതാണ് എൻ്റെ വിജയ രഹസ്യം. ഞാൻ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്നതല്ല, മറിച്ച് എൻ്റെ സഹായികൾ ആത്മാർത്ഥതയുള്ളവരാണ് എന്നതാണ്. അവർ ആ ജോലി നിർവഹിച്ചിരിക്കുന്നു. ലോകത്തൊട്ടാകെ മറ്റുള്ളവർ പരാജയപ്പെട്ടിടത്ത് നാം വിജയിക്കാനുള്ള കാരണം അതാണ്. വഞ്ചനയുടെയും തട്ടിപ്പിന്റെയും ഈ യുഗത്തിൽ അല്പ ആത്മാർത്ഥത എന്നത് അചിന്ത്യമാണ്. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന നല്ലവരായ നിങ്ങളെ എല്ലാം കൃഷ്ണൻ എനിക്ക് അയച്ചു തന്നതിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്. ഞാൻ വളരെ ഭാഗ്യവാനാണ്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. മാതാജി വന്നിട്ടുണ്ട്. ദേവികി മാതാജി വന്നിട്ടുണ്ട്. മാതാജിയെ നമുക്ക് 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വെൽക്കം ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ